പോളിനേഷൻ വരെയാണ് പഠിച്ചത്. വാട്ട് ഈസ് പോളിനേഷൻ, which are the different types of pollination, what are the characters of flowers based on the nature of the pollinating agents with example. ഇത്രയാണല്ലോ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് some special mechanisms of insect pollination. Some special mechanisms of insect pollination. That means pollinator flower or plant relationship. Pollinator or flower, pollinator and flower or plant relationship. അപ്പോൾ നിങ്ങൾക്കറിയാം മിക്ക ചെടികളിലും ഇൻസെക്റ്റുകളും മറ്റ് ബേർഡ്സും അങ്ങനെയുള്ള പലതരത്തിലുള്ള പോളിനേറ്റിംഗ് ഏജൻറ്റുകൾ പോളിനേഷൻ നടത്തുമ്പോൾ ഈ ഫ്ലവർ ഈ പോളിനേറ്റർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളതിനെ പറയുന്ന പേര് റിവാർഡ് കൊടുക്കുകയോ ചെയ്യുമെന്ന് പറയും. സമ്മാനം കൊടുക്കും. എന്തിനാണ്? ആ ഫ്ലവറിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലവർ പ്ലാന്റിന് എന്തെങ്കിലും റിവാർഡ് കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട റിവാർഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെക്ടർ, തേൻ എന്ന് പറയും. പോളിനേറ്ററിന് ഫ്ലവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്ലവറിൽ ഈ നെക്ടർ ഉള്ളത് കൊണ്ടാണ് പോളിനേറ്റർ എന്ന് പറയുന്ന ഇൻസെക്റ്റ് ആയാലും ബേർഡ് ആയാലും അല്ലെങ്കിൽ ബാറ്റ് ആയാലും എന്തായാലും ഇതിനെ കാണാൻ വരുന്നത് അല്ലെങ്കിൽ ആ ഫ്ലവർ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലവറിലിരിക്കുന്ന പോളൻ ഗ്രെയിൻ ഈ ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ ബേർഡിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കുകയും, ബേർഡിൻ്റെ ആകുമ്പോൾ ചുണ്ടിലാണ് പറ്റിപ്പിടിക്കുകയും, അടുത്ത വേറൊരു ഫ്ലവറിലേക്ക് ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പോളിനേഷൻ അങ്ങ് നടക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റിവാർഡുണ്ട്. നെക്ടർ റിവാർഡാണ്, പോളൻ റിവാർഡാണ്. ഇൻസെക്റ്റുകൾ പോളനും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് ഒരുപാട് പോളൻ ഒരു പ്ലാന്റ് ഉണ്ടാക്കും. അതിൽ വളരെ കുറച്ച് പോളൻ മാത്രം പോളിനേഷൻ ആവശ്യമുള്ളൂ. ബാക്കി മുഴുവൻ പോളനും കുറേയൊക്കെ കാറ്റത്ത് പോവും. കാറ്റ് വഴിയാണ് പോളിനേഷൻ നടത്തുമെങ്കിൽ. ഇൻസെക്റ്റ് വഴിയാണെങ്കിൽ അതൊക്കെ ഇൻസെക്റ്റുകളും തേനീച്ചയൊക്കെ എടുത്ത് അതിൻ്റെ കൂട്ടിലൊക്കെ കൊണ്ടുവയ്ക്കുകയും ഫുഡാക്കി മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പോളിനേറ്റർ ഫ്ലവർ റിലേഷൻഷിപ്പ് വളരെ കൂടുതലായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും. എന്നാൽ ചില പൂക്കൾ അതിൻ്റെ പോളിനേറ്ററിന് വേണ്ടി സ്പെഷ്യലി അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള മാത്രമല്ല ഇവർ തമ്മിലൊരു സിംബയോട്ടിക് എന്ന് പറയാൻ പറ്റില്ല, വളരെയധികം മ്യൂച്വൽ അസോസിയേഷനാണ്. എന്ന് വെച്ചാൽ ഈ ഇൻസെക്റ്റ് ഇല്ലാതെ ഈ ഫ്ലവറിന് ജീവിക്കാൻ പറ്റില്ല, ഈ ഫ്ലവർ ഇല്ലാതെ ഈ ഇൻസെക്റ്റിന് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ട്. അതിന് ചില എക്സാമ്പിൾസാണ് നമ്മൾ നോക്കുന്നത്. കേട്ടല്ലോ, അതിൽ ഒന്നാമത്താണ് സാൽവിയ എന്ന് പറയുന്ന പ്ലാന്റ്. കണ്ടല്ലോ, സാൽവിയ. ഇപ്പം സാൽവിയ എന്ന് പറയുന്ന പ്ലാന്റിൽ അതിൻ്റെ ഫ്ലവറിലൊരു ലിവർ മെക്കാനിസം ഉണ്ട്. ലിവർ മെക്കാനിസം, LEVR, ലിവർ മെക്കാനിസം. ഇപ്പം ലിവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ലഘുയന്ത്രം, ഉത്തോലകം എന്നൊക്കെ പറയും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറയില്ലേ, ബാലൻസ്, ത്രാസ് ഒരു ലിവറാണെന്ന് പറയും. അതുപോലെ തന്നെ പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, ഇങ്ങനെയുള്ളതെല്ലാം പലതരത്തിലുള്ള ലിവറാണ്. കാരണം നമ്മളൊരു ചെറിയ പ്രഷർ അതിൽ കൊടുക്കും, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വലുതായിട്ട് കിട്ടും. ചെറിയ ഇപ്പോൾ ഒരു വലിയ പാറ നമുക്ക് മാറ്റണമെങ്കിൽ ഒരു പാരക്കമ്പി അടിയിലൊരു കൊച്ചു പാറ വെച്ചിട്ട് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ വലിയ പാറ നീങ്ങിപ്പോവും. നമ്മൾ കൊടുക്കുന്ന ബലത്തിനേക്കാൾ കൂടുതൽ ബലം അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫിസിക്കൽ തത്വങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ലിവർ മെക്കാനിസമാണ് സാൽവിയയിലുള്ളത്. സാൽവിയയിലെ പ്രത്യേകത, അതിൻ്റെ പൂവ് 2 ഹാഫായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും പോലെ 2 ഹാഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൈയുടെ ഈ അടിവശത്താണ് ഇൻസെക്റ്റ് വന്നിരിക്കുന്നത്. ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോൾ ലിവർ പോലെ പ്രവർത്തിക്കുകയും ഈ പൂ ഇങ്ങനെ വളഞ്ഞ് ഇൻസെക്റ്റിൻ്റെ പുറത്ത് തട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഇൻസെക്റ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസെക്റ്റ് ഇവിടെ വന്നിരിക്കുമ്പോൾ, അപ്പോൾ എൻ്റെ കൈയാണ് പൂവെങ്കിൽ പൂവിനിങ്ങനെ 2 ഹാഫായിട്ടാണ് ഇരിക്കുന്നത്. അടിയിലൊരു ഹാഫ്, മുകളിലൊരു ഹാഫ്. തേൻ ഇരിക്കുന്നത് ഇവിടെയാണ് തേൻ ഇരിക്കുന്നത്. അപ്പോൾ ഇൻസെക്റ്റ് ഇവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് തേൻ കുടിക്കാനായിട്ടിരിക്കുമ്പോൾ ഈ പ്രഷർ കൊണ്ട് മുകളിലിരിക്കുന്ന പൂ വളഞ്ഞ് ഇൻസെക്റ്റിൻ്റെ പുറത്ത് കിട്ടും. ഇൻസെക്റ്റിനെ പുറത്ത് കിട്ടുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന പോളൻ എന്ത് ചെയ്യും? ഇൻസെക്റ്റിൻ്റെ പുറത്ത് പറ്റും. മനസ്സിലായോ? എന്നിട്ട് ഈ ഇൻസെക്റ്റ് വേറൊരു ഫ്ലവറിൽ പോയി ഇതുപോലെ ഇരിക്കുമ്പോൾ ഈ ആന്തറില്ലേ, ഈ ആന്തറിന് കുറേ അങ്ങ് അപ്പുറത്തായിട്ടാണ് സ്റ്റിഗ്മ ഇരിക്കുന്നത്. ഈ സ്റ്റിഗ്മ എന്ത് ചെയ്യും? വളഞ്ഞു വന്ന് ഇതിൽ തട്ടും. അങ്ങനെ ക്രോസ് പോളിനേഷന് ഹെൽപ്പ് ചെയ്യും. ഈ മെക്കാനിസത്തിനെയാണ് ലിവർ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ സാൽവിയയിൽ നമുക്ക് എന്ത് കിട്ടും? ലിവർ മെക്കാനിസം എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള മെക്കാനിസം വഴി പോളിനേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലിവർ മെക്കാനിസം ഉള്ളൊരു പ്ലാന്റിൻ്റെ പേര് ചോദിച്ചാൽ ഇത് പറയും ലിവർ മെക്കാനിസം ഉള്ളത് സാൽവിയ. ഇനി അടുത്തത് ഫൈക്കസ് എന്ന് പറയുന്ന മരവും ബ്ലാസ്റ്റോഫാഗ എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റും തമ്മിലുള്ള അസോസിയേഷനാണ്. ഫൈക്കസ് തന്നെ മലയാളത്തിൽ
ഇംഗ്ലീഷിൽ കോമൺ ഇംഗ്ലീഷിൽ ഫിഗ് ആൻഡ് വാസ്പ് എന്ന് പറയും. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ആൽമരവും ഈ ഫിഗ് എന്ന് പറയുന്ന ആല് 4 ഉണ്ട്. അത്തി, ഇത്തി, പേരാല്, അരയാല് എന്ന് പറയുന്ന 4 ആൽ വർഗത്തിൽപ്പെട്ട എല്ലാ ഫൈക്കസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത്തിമരം, ഇത്തിമരം, അതുപോലെ തന്നെ പേരാല്, അരയാല്, ഇങ്ങനെ 4. അതിൽ ഈ ഫിഗ് എന്ന് പറയുന്ന അത്തിയാണ്, അത്തിപ്പഴം. സാധാരണ നമ്മൾ ആഹാരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ ആലിൽ നമ്മൾ മനുഷ്യന് കൂടുതൽ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന അത്തിയാണ് ഫിഗ്. വാസ്പ് എന്ന് വെച്ചാൽ ഈ കടന്നൽ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്, ഒരു കൊച്ചു ജീവി. കടന്നലിൻ്റെ അത്രയൊന്നും വലുതൊന്നുമല്ല, വളരെ ചെറിയ ഒരു ജീവിയാണ്. നമ്മൾ കുത്തയൊക്കെ ചെയ്യും. അതാണ് വാസ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈക്കസും ബ്ലാസ്റ്റോഫാഗയും തമ്മിലുള്ള അസോസിയേഷൻ, അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫൈക്കസ് എന്ന് പറയുന്ന പിന്നെ ആൽമരം, അതായത് ഈ അത്തിമരം, അതിൻ്റെ പഴത്തിൽ അതിൻ്റെ ഫ്ലവർ തന്നെ ഒരു ഇൻഫ്ലോറസെൻസ് ആണ്, ഒരു കുഞ്ഞു പൂങ്കുലയാണ്. അതിങ്ങനെ അടഞ്ഞ ഒരു പൂങ്കുലയാണ്. അപ്പോൾ ആ പൂങ്കുലയ്ക്ക് അകത്തേക്ക് കയറണമെങ്കിൽ, ആ പൂങ്കുല നമുക്ക് വെളിയിൽ കാണാൻ പറ്റില്ല, പൂവിനെ വെളിയിൽ കാണാൻ പറ്റില്ല, ഒരു തോട് കൊണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കും. അപ്പോൾ പൂ ഇരിക്കുന്നത് ഈ തോടിനകത്താണ്. അപ്പം ഈ പോളിനേഷൻ നടക്കണമെങ്കിൽ ഇതിനകത്ത് ആര് കയറണം? ഈ പോളിനേറ്റർ കയറണം. പോളിനേറ്റർ കയറാനായിട്ട് ഒരു കുഞ്ഞു ദ്വാരമേ ഉള്ളൂ. ഇതിൻ്റെ പൂവിലാണ് കേട്ടോ. അപ്പോൾ ആ പൂവിലൂടെയുള്ള കുഞ്ഞു ദ്വാരത്തിലേക്ക് കയറാൻ ഈ പർട്ടിക്കുലർ വാസ്പിനെ പറ്റുള്ളൂ. ആ പർട്ടിക്കുലർ വാസ്പിൻ്റെ പേരെന്താ? ബ്ലാസ്റ്റോഫാഗ. അപ്പോൾ ബ്ലാസ്റ്റോഫാഗ ക്യാൻ ഓൺലി എൻറ്റർ ദ ഇൻഫ്ലോറസെൻസ് ഓഫ് ഫിഗ് ആൻഡ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. മനസ്സിലായോ? ബ്ലാസ്റ്റോഫാഗ എന്ന് പറയുന്ന ഇൻസെക്റ്റിന് മാത്രമേ അകത്ത് കയറി പോളിനേഷൻ നടത്താൻ പറ്റൂ, വേറെ ഒരു ഇൻസെക്റ്റിനും പറ്റൂല. അപ്പോൾ ബ്ലാസ്റ്റോഫാഗ ഈസ് ദ ഓൺലി വൺ ഇൻസെക്ട് which can enter the fig tree, that is known as wasp, which can enter the fig flowers or inflorescence and help in pollination. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ബ്ലാസ്റ്റോഫാഗ എന്ന് പറയുന്ന ഈ വാസ്പ് എന്ത് ചെയ്യും? അവിടെ മുട്ടയിട്ട് വെക്കും. എവിടെ? ഈ ഇൻഫ്ലോറസെൻസിനകത്ത് മുട്ടയിട്ട് വെക്കും. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞ് അതിൻ്റെ ലാർവൽ സ്റ്റേജ് ഒക്കെ നടക്കുന്ന എവിടെ? ഈ ഇൻഫ്ലോറസെൻസിനകത്താണ്. എന്ന് വെച്ചാൽ ഈ ബ്ലാസ്റ്റോഫാഗയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻഫ്ലോറസെൻസ്, ആ ഇൻഫ്ലോറസെൻസിനകത്തുള്ള തേനും ചെറിയ തരത്തിലുള്ള ന്യൂട്രീഷനും ഒക്കെ എടുത്തിട്ടാണ് ഈ ഇൻസെക്റ്റ് വളരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫൈക്കസ് എന്ന് പറയുന്ന ഈ ചെടി ഉണ്ടെങ്കിലേ ഈ ബ്ലാസ്റ്റോഫാഗ എന്ന് പറയുന്ന വാസ്പിന് അതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ പറ്റൂ. നേരെ തിരിച്ച് ഈ ബ്ലാസ്റ്റോഫാഗ എന്ന് പറയുന്ന വാസ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫൈക്കസിനകത്ത് എന്ത് നടക്കൂ? പോളിനേഷൻ നടക്കൂ. അപ്പോൾ അത്രയ്ക്ക് ക്ലോസ് റിലേഷൻഷിപ്പാണ്. ആ ഒരു മരം ഇല്ലെങ്കിൽ ഈ ജീവിക്ക് നിലനിൽപ്പില്ല, ഈ ജീവി ഇല്ലെങ്കിൽ ആ മരത്തിനും നിലനിൽപ്പില്ല. ഇതാണ് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഫൈക്കസ് ആൻഡ് ബ്ലാസ്റ്റോഫാഗ കോമൺലി നോൺ ആസ് ഫിഗ് ആൻഡ് വാസ്പ്. ഇനി മറ്റൊന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യൂക്ക എന്ന് പറയുന്ന ചെടിയും പ്രൊനൂബ യൂക്കാസെല്ല എന്ന് പറയുന്ന ഇൻസെക്റ്റും തമ്മിലുള്ള ഇതുപോലെ തന്നെ. യൂക്ക എന്ന് പറയുന്ന മറ്റൊരു ചെടിയാണ്, ഇതിന് വലിപ്പമുള്ളൊരു ചെടിയാണ്. അതിൽ ഇതുപോലെ പോളിനേഷൻ നടത്താൻ ഈ പ്രൊനൂബ യൂക്കാസെല്ല എന്ന് പറയുന്ന ഇൻസെക്റ്റിന് മാത്രമേ പറ്റൂ. ആ ഇൻസെക്റ്റ് ഇല്ല, ഈ ഫ്ലവറിനകത്ത് കയറി പോളിനേഷൻ നടത്തണമെങ്കിൽ ആ ഇൻസെക്റ്റ് വിചാരിക്കണം. ആ ഇൻസെക്റ്റിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന എവിടെ? ഈ യൂക്കയുടെ ഫ്ലവറിനകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതും ഈ ഫൈക്കസും ബ്ലാസ്റ്റോഫാഗയും പോലെ മറ്റൊരു എക്സാമ്പിൾ ആണ്. യൂക്ക ആൻഡ് പ്രൊനൂബ യൂക്കാസെല്ല. യൂക്കാസെല്ല എന്ന് പറഞ്ഞാൽ സ്പീഷീസിൽ തന്നെ യൂക്കയുടെ പേര് വന്നിട്ടുണ്ട്. യൂക്ക എന്ന് പറയുന്ന പ്ലാന്റിന്റെ പേര്, പ്രൊനൂബ യൂക്കാസെല്ല എന്ന് പറയുന്ന ഇൻസെക്റ്റിന്റെ പേര്. അതുപോലെ തന്നെ നാലാമത്താണ് അമോർഫോഫാലസും ഒരു ഇൻസെക്റ്റും തമ്മിലുള്ള ബന്ധം. അതാണ് പോളിനേറ്റർ എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിന് പ്രത്യേക പേരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 1-2 ഇൻസെക്റ്റുകളുണ്ട്, അതുകൊണ്ടാണ്. ഈ അമോർഫോഫാലസ് എന്ന് പറയുന്നത് എന്താണ്? ചേനയാണ്. ചേന വർഗത്തിൽപ്പെട്ട വലിയ പൂക്കൾ. എല്ലാ അമോർഫോഫാലസ്, ചേന അമോർഫോഫാലസ് തന്നെയാണ് പറയുന്നത്. അമോർഫോഫാലസ് ടൈറ്റാനിയം എന്ന് പറയുന്ന വലിയ അമോർഫോഫാലസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പൂങ്കുല അതാണ്. അപ്പോൾ അതിനകത്ത് പോളിനേഷൻ നടത്താൻ ഒരു പർട്ടിക്കുലർ ചില ഇൻസെക്റ്റുകൾക്ക് മാത്രമേ പറ്റൂ. ആ ഇൻസെക്റ്റുകളുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ചേനപ്പൂവിനകത്ത് വെച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ സം സ്പെഷ്യൽ മെക്കാനിസംസ് ഓഫ് ഇൻസെക്റ്റ് പോളിനേഷൻ. അപ്പോൾ എക്സാമ്പിൾ ഏതാണ്? ലെവർ മെക്കാനിസം ഈസ് ഓപ്പറേറ്റഡ് ഇൻ സാൽവിയ. Then close relationship occurs between pollinator and flower in ficus or fig and wasp, yucca and pronuba eucasella, amorphophallus and particular insects. മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ട അടുത്ത പാഠഭാഗം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പം എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരേ വർഗത്തിൽപ്പെട്ട 2 ചെടികളുണ്ട്. വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവരെ നമ്മളിങ്ങനെ ചെയ്യും, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഒരേ വർഗത്തിൽപ്പെട്ട 2 ചെടികൾ, പക്ഷേ അവരുടെ ക്യാരക്ടേഴ്സിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രിഹർ ജോഹാൻ മെൻഡൽ
ജനറ്റിക്സ് പഠിച്ചു, നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു റെഡ് ഫ്ലവർ ഉള്ള പീ പ്ലാന്റിനെ വൈറ്റ് ഫ്ലവർ ഉള്ള പീ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചു. ശരിയല്ലേ? അപ്പോൾ ആ എങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ചു? അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തു, പോളിനേഷൻ നടത്തി ചെയ്തു, അല്ലേ? അപ്പോൾ ആ പ്രക്രിയയാണ് നമ്മൾ പറയുന്ന പേര് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. കാരണം രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. രണ്ടും പൈസം സറ്റൈവം അഥവാ ഗാർഡൻ പീ എന്ന് പറയുന്ന പ്ലാന്റാണ്. പക്ഷെ ഒന്നിന് ചുവന്ന കളർ ഫ്ലവർ, ഒന്നിന് വെള്ള കളർ ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ക്യാരക്ടറിൽ വേരിയേഷൻസ് ഉണ്ട്, പക്ഷേ ഏതാണ്ട് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പ്ലാന്റുകളെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സസ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ വർഗസങ്കരണം എന്ന് പറയും. വർഗസങ്കരണം, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? Artificial hybridization is the crossing of two plants to get a hybrid plant with desirable characters. Crossing between two different plants to get a hybrid plant with desirable characters. Desirable characters പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവ സവിശേഷത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വ്യത്യസ്ത സസ്യങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന തെങ്ങുകളെ കൊന്നത്തെങ്ങുകളെന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മനസ്സിലായോ? വളരെ പൊക്കത്തിന് ഇങ്ങനെ വളർന്നു പോകുന്ന തെങ്ങുകളാണ് കൊന്നത്തെങ്ങുകൾ എന്ന് പറയുന്നത്. വളരെ പൊക്കത്തിനാണ് പണ്ടത്തെ തെങ്ങുകളൊക്കെ വളരുന്നത്. അപ്പോൾ പക്ഷേ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന് അപാരമായ ഡിസീസ് റെസിസ്റ്റൻസ് ആണ്, രോഗപ്രതിരോധ ശേഷി. പെട്ടെന്നൊന്നും അസുഖം വരില്ല. ആർക്ക്? ഈ കൊന്നത്തെങ്ങുകൾക്ക് പെട്ടെന്നൊന്നും അസുഖം വരില്ല. പിന്നെയോ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഓല വാടി തൂങ്ങിയാൽ പോലും തറയിൽ വീഴത്തില്ല, അത്രയ്ക്ക് ബലമാണ് ഓലയ്ക്കും ഇതിൻ്റെ മടലിനും എല്ലാം നല്ല ബലമാണ്. അപ്പോൾ അത് രണ്ടും അതിൻ്റെ ഡിസൈറബിൾ ക്യാരക്ടറാണ്. ഏതൊക്കെ? ഡിസീസ് റെസിസ്റ്റൻസും സ്ട്രെങ്ത്തും. എന്നാൽ അതിൻ്റെ ദോഷം എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് അസാമാന്യമായ പൊക്കം, വളരെയധികം ഹൈറ്റ് എന്ന് പറയുന്നത്. രണ്ട്, ഇതിന് ഈൽഡ് വളരെ കുറവാണ്. അതായത് പിന്നെ വളരെ കുറച്ച് കായ് മാത്രമേ ഇതിനകത്ത് കിട്ടുള്ളൂ, വളരെ കുറച്ച് തേങ്ങയെ കിട്ടുള്ളൂ, 1-2 തേങ്ങ. ഇത്രയും വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറി ചെല്ലുമ്പോൾ 1-2 തേങ്ങയെ കിട്ടുള്ളൂ. അപ്പോൾ അതതിൻ്റെ എന്താ പറയുക, ലിമിറ്റേഷൻ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തൊക്കെയാണ്? അസാമാന്യമായ പൊക്കവും വളരെ കുറച്ച് ഈൽഡും. ഇനി ഇതുപോലെ നമ്മുടെ നാട്ടിൽ വേറൊരു തരം ചെടിയുണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു. പൊക്കം കുറഞ്ഞ തെങ്ങാണ്, വളരെ കുറച്ച് പൊക്കമാകുമ്പോൾ തന്നെ അത് കായ്ക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണ്? അതിൻ്റെ ഗുണം എന്താണ്? പൊക്കം കുറവ് എന്നുള്ളത് അതിൻ്റെ ക്വാളിറ്റിയാണ്. രണ്ട്, അതിന് അപാരമായിട്ടുള്ള ഈൽഡാണ്, ഇഷ്ടം പോലെ കായ്ക്കും, ഒത്തിരി കായ്ക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഗുണമാണല്ലേ. ഇനി അതിൻ്റെ ദോഷം എന്താ? ദോഷം പെട്ടെന്ന് ഡിസീസ് വരും. അതായത് വളരെ പെട്ടെന്ന് രോഗം വരും. വൾണറബിൾ ടു ഓർ വയബിൾ ടു പാത്തോജൻസ്. രോഗകാരികൾക്ക് വയബിളാണ്. രണ്ടെന്താണ്? അതിൻ്റെ ലിമിറ്റേഷൻ, സ്ട്രെങ്ത് വളരെ കുറവാണ്, ലിമിറ്റഡ് സ്ട്രെങ്തേ ഉള്ളൂ ഇതിന്. മനസ്സിലായോ? അപ്പോൾ നമ്മളിതിൽ രണ്ടിൽ നിന്നും ഒരു തെങ്ങുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള തെങ്ങായിരിക്കും ആഗ്രഹിക്കുന്നത്? മനസ്സിലായോ? ഒന്ന്, നല്ല പൊക്കമുള്ള തെങ്ങ്, ഒരുപാട് ഒരു കായും ഇല്ലാത്ത തെങ്ങ്, നല്ല ബലമുള്ള തെങ്ങ്, രോഗപ്രതിരോധ ശേഷിയുള്ള തെങ്ങ്. രണ്ട്, പൊക്കം കുറഞ്ഞ തെങ്ങ്, ഒരുപാട് കായ്ക്കുന്ന തെങ്ങ്, രോഗപ്രതിരോധ ശേഷിയേ ഇല്ല, പക്ഷേ അതുപോലെ തന്നെ ബലവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും? പറഞ്ഞു നോക്കി, എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള തെങ്ങായിരിക്കും? പൊക്കം മിനിമം ആയിരിക്കണം, വലിയ പൊക്കമൊന്നും ഇല്ലാതിരിക്കണം, ഒരുപാട് കായ്ക്കണം, പിന്നെ രോഗപ്രതിരോധ ശേഷിയും വേണം, പിന്നെ ബലവും വേണം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു തെങ്ങ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് തെങ്ങുകളെയും കൂടെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കണം. ഈ രണ്ട് തെങ്ങുകളെയും കൂടെ, ഇതിൽ ആ പൊക്കമുള്ള തെങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും? ടോൾ എന്ന് വിളിക്കും. TALL, ടോൾ എന്ന് വിളിക്കും. ടി. പൊക്കം കുറഞ്ഞതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്വാർഫ് എന്ന് വിളിക്കും. ഡി. അപ്പം നമ്മളിതിനെ എന്ത് ചെയ്യും? ആരെയൊക്കെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു? ഈ ടിയെയും ഡിയെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? T*D കിട്ടി. ഇപ്പോൾ നമ്മൾ കാർഷിക കോളേജിലൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഈ T*D എന്ന് പറയുന്നത്. ഈ തെങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അതൊക്കെയാണ് നമ്മൾ നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന തെങ്ങ്. പൊക്കമുണ്ടോ? അത്ര വലിയ പൊക്കമൊന്നുമില്ല.
കായ്ക്കുമോ? കായ്ക്കും. രോഗപ്രതിരോധശേഷി ഉണ്ടോ? ഉണ്ട്. ബലമുണ്ടോ? ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെ? നാച്ചുറലി ഭൂമിയിൽ ഉണ്ടായതല്ല, മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താണ്. എങ്ങനെ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ വഴി. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ഒരു നല്ല എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം. പിടികിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെലക്ഷൻ ഓഫ് പാരന്റ് പ്ലാന്റ്സ്. നമ്മൾ ആദ്യം, ഞാൻ നേരത്തെ നമ്മൾ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ TNDA നമ്മൾ സെലക്ട് ചെയ്തില്ലേ? അപ്പോൾ സെലക്ഷൻ ഓഫ് പാരൻസിനെ സെലക്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഇത് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എങ്ങനെയുള്ളത്? ചെറിയ ചെടിയായിരിക്കണം, വലിയ പൂക്കളുള്ള ചെടിയായിരിക്കണം, വിത്തുണ്ടാവുന്ന ചെടിയായിരിക്കണം, എങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള ചെടിയിലാണ് എളുപ്പം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് 4 മണി ചെടി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. 4 മണി ചെടിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? 4 മണി എല്ലാവരും കണ്ടു കാണും. 4 മണിയാകുമ്പോൾ പിന്നെ അന്തിമലരി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ചെടിയാണ് 4 മണി എന്ന് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ അത് പൂക്കും. 4 മണിയൊക്കെ ആകുമ്പോൾ പൂക്കും. അപ്പോൾ അങ്ങനെയുള്ള 2 ചെടികളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ ഓഫ് പാരൻസ് എന്ന് പറയുന്നത്. ഈ 2 ചെടിയും ബൈസെക്ഷൽ ആണ്. അതായത് ഒരു പൂവിനകത്ത് ആന്തറുമുണ്ട്, അല്ലെങ്കിൽ സ്റ്റാമനും ഉണ്ട്, ഗൈനീഷ്യവും ഉണ്ട്. അപ്പോൾ 2 ചെടികളെ നിങ്ങൾ സെലക്ട് ചെയ്തു. ഒന്ന് വെള്ളപ്പൂവുള്ള 4 മണി ചെടിയും 2 ചുവന്ന പൂവുള്ള 4 മണി ചെടിയും. നമ്മളിത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. വെള്ളപ്പൂവുള്ള 4 മണി ചെടിയും ചുവന്ന പൂവുള്ള 4 മണി ചെടിയും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെലക്ഷൻ ഓഫ് പാരൻസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേര് ഇമാസ്കുലേഷൻ. കണ്ടോ? സ്പെല്ലിംഗ് കണ്ടല്ലോ. ഇമാസ്കുലേഷൻ എന്താണെന്ന് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. മലയാളത്തിൽ പുരുഷത്വ വിച്ഛേദം എന്ന് പറയും. ഇമാസ്കുലേഷൻ. അപ്പോൾ എന്താണ് ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ? നോക്കൂ, വായിച്ചു നോക്കൂ. റിമൂവൽ ഓഫ് സ്റ്റേമൻസ് ഫ്രം എ ബൈസെക്ഷുവൽ ഫ്ലവർ ബിഫോർ ആന്തസിസ്. ആന്തസിസ് എന്ന വാക്കിന്റെ അർത്ഥം ഓപ്പണിംഗ് ഓഫ് ഫ്ലവർ, പൂ വിരിയുന്നതാണ്. ടു പ്രിവെന്റ് ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ. മനസ്സിലായോ? റിമൂവൽ ഓഫ് സ്റ്റേമൻസ് ഫ്രം എ ബൈസെക്ഷുവൽ ഫ്ലവർ ബിഫോർ ആന്തസിസ് ഓർ ഓപ്പണിംഗ് ഓഫ് ഫ്ലവർ ടു പ്രിവെന്റ് ഓട്ടോഗമി ഈസ് നോൺ ആസ് ഇമാസ്കുലേഷൻ. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇമാസ്കുലേഷൻ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വയ്ക്കണം. എന്താണ് ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ 4 മണി ചെടി 2 എടുത്തില്ലേ? ഒന്നിനെ ആണായിട്ടും ഒന്നിനെ പെണ്ണായിട്ടും കണക്കാക്കണം. പക്ഷെ രണ്ടും ബൈസെക്ഷലാണ്, ഓർമ്മിച്ചോണം. 2 ഉഭയലിംഗ പുഷ്പങ്ങളാണ്. എങ്കിലും ഒന്നിനെ ആണായിട്ടും ഒന്നിനെ പെണ്ണായിട്ടും കണക്കാക്കണം. സപ്പോസ് നമ്മൾ വെള്ളയെ ആണായിട്ടും ചുവപ്പിനെ പെണ്ണായിട്ടും കണക്കാക്കി എന്ന് വെച്ചു. എന്നാൽ ഈ പെണ്ണായിട്ട് കണക്കാക്കിയ ഫ്ലവർ ഏതാണ്? ചുവപ്പാണ്. അത് എത്ര മണിക്ക് വിരിയും? 4 മണിക്ക് വിരിയും. നമ്മളൊരു 3 മണിയാകുമ്പോൾ ആ ഫ്ലവറിൻ്റെ അടുത്ത് ചെല്ലണം. അപ്പോൾ അത് മൊട്ടായിട്ടല്ലേ ഇരിക്കുന്നത്? മൊട്ടായിട്ടിരിക്കുന്നത്. ഒരു ചെറിയ ഫോഴ്സപ്സോ എന്തെങ്കിലും വെച്ച് ആ മൊട്ടിനെ പതുക്കെ തുറക്കണം. അപ്പോൾ അത് ബിഫോർ ആന്തസിസ് ആണ്. ആന്തസിസ് എന്ന് വെച്ചാൽ വിരിയുന്നതിന് മുമ്പല്ലേ. ആ മൊട്ടിനെ തുറക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കാണാം? സ്റ്റേമൻ കാണാൻ പറ്റും. ആ സ്റ്റേമനെ പതിയെ, ബാക്കി ഒന്നും നശിക്കാതെ പതിയെ പറിച്ചങ്ങ് കളയണം. ഇതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റിമൂവൽ ഓഫ് സ്റ്റേമൻസ് ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ ബിഫോർ ആന്തസിസ് ഓർ ഓപ്പണിംഗ് ഓഫ് ഫ്ലവർ ടു പ്രിവെന്റ് ഓട്ടോഗമി ഈസ് നോൺ ആസ് ഇമാസ്കുലേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഫ്ലവർ എന്താ ഫ്ലവർ ആയിട്ട് മാറി? അത് ബൈസെക്ഷൽ ആണെങ്കിലും, ആ ചുവന്ന ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിലും അതിനകത്ത് സ്റ്റേമൻ നമ്മൾ മാറ്റിയപ്പോൾ അത് എന്തായിട്ട് മാറി? യൂണിസെക്ഷൽ ഫ്ലവർ ആയിട്ട് മാറി. ഇനി അതിൻ്റെ സ്റ്റേമൻ പോളൻ അതിനകത്ത് വീഴൂല. അപ്പോൾ ഒരു ബൈസെക്ഷൽ ഫ്ലവറിനെ യൂണിസെക്ഷൽ ഫ്ലവർ ആക്കാൻ വേണ്ടി അതിൻ്റെ ആന്തറിനെ പറിച്ച് കളയുന്നതിന് പറയുന്ന, അല്ലെങ്കിൽ സ്റ്റേമനെ പറിച്ച് കളയുന്നതിന് പേരാണ് ഇമാസ്കുലേഷൻ. അപ്പോൾ ഇമാസ്കുലേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ പൂ വിരിഞ്ഞില്ല. നമ്മൾ 3 മണിക്കാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് കണ്ടോ? ബാഗിങ്. ബാഗിങ് എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇമാസ്കുലേഷൻ നടത്തിയ ഫ്ലവർ ഉണ്ടല്ലോ, അത് ഫ്ലവർ ആയില്ല, മുട്ടുപോലെ ഇരിക്കുന്നത്, അതിനെ ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു പോളിത്തീൻ കവർ കൊണ്ട് പതിയെ പൊതിഞ്ഞു വയ്ക്കണം. കൊഴിഞ്ഞു വീഴാത്ത വിധത്തിൽ പൊതിഞ്ഞു വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഫ്ലവർ പോളൻ ഗ്രെയിൻ വന്ന് വീഴായിരിക്കും. നമ്മൾ ഇതിൻ്റെ സ്റ്റേമനല്ലേ മാറ്റിയുള്ളൂ, വേറെ പൂക്കളിൽ നിന്നൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ബാഗിങ് ഈസ് ടു പ്രിവെന്റ് ക്രോസ് പോളിനേഷൻ ഓർ അൺവാണ്ടഡ് പോളൻ. അൺവാണ്ടഡ് പോളൻ വന്ന് വീഴാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബാഗിങ്. ബാഗിങ് മീൻസ് കവർ ദ ഇമാസ്കുലേറ്റഡ് ഫ്ലവർ വിത്ത് എ പോളിത്തീൻ ബാഗ്. ദാറ്റ് ഇസ് നോൺ ആസ് ബാഗിങ്. അപ്പോൾ ബാഗിങ് നടത്തിയേ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? 4 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 4 മണി വരെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് നമ്മളെ വെളുത്ത പൂവിനെ നമ്മൾ ആണായിട്ട് കണക്കാക്കിയിരിക്കണം. ആ വെളുത്ത പൂവിൽ ചെന്ന് ഒരു ബ്രഷ് എങ്ങാനും ഉപയോഗിച്ച് പോളൻ ഗ്രെയിൻസ് ഒരു പേപ്പറിലെങ്ങാനും തട്ടിയിടണം. അതാണ് കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി മറ്റേ പാരന്റിൽ നിന്ന്.
എന്നിട്ട് എന്ത് ചെയ്യും, ആ പേപ്പറിലെയും ആ ബ്രഷുമായിട്ട് നേരെ ഇങ്ങനെ. അപ്പോൾ കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻ മനസ്സിലായല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം, പോളിനേഷൻ. ഈ ബാഗ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിന്റെ സ്റ്റിഗ്മയിൽ ആ പോളൻ ഗ്രെയിൻ തട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തന്നെ പോളിനേഷൻ നടത്തി. ദാറ്റ് ഈസ് പോളിനേഷൻ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ബാഗിങ് ചെയ്യണം. ഇതിനാണ് ബാഗിങ് ചെയ്യുന്നത്, അൺവാണ്ടഡ് പോളൻ വീഴാതിരിക്കാൻ. അപ്പോൾ വീണ്ടും ബാഗിങ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, കളക്ഷൻ ഓഫ് സീഡ്സ്, നമുക്ക് വിത്ത് കിട്ടും. ആ പോളിനേഷൻ നടന്നാൽ അതിന് വിത്ത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ വളർത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെവലപ്മെന്റ് ഓഫ് എ ഹൈബ്രിഡ്. നമുക്കൊരു ഹൈബ്രിഡ് കിട്ടും. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു 4 മണി ചെടി കിട്ടും. പക്ഷെ ആ 4 മണി ചെടിയുടെ പ്രത്യേകത അതിന് പിങ്ക് ഫ്ലവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് ക്രോസ് ചെയ്യിപ്പിച്ചത്, വെളുപ്പും ചുവപ്പും. നമുക്ക് കിട്ടിയത് ആരാണ്, പിങ്ക് ആണ്. കണ്ടോ? സോ ദിസ് ഈസ് ദി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. വളരെ പ്രധാനമാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്പ് എന്താണ്, സെലക്ഷൻ ഓഫ് പാരന്റ് പ്ലാന്റ്സ്, ഇമാസ്കുലേഷൻ, ബാഗിംഗ്, കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ്, പോളിനേഷൻ, ബാഗിംഗ്, കളക്ഷൻ ഓഫ് സീഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് എ ഹൈബ്രിഡ്. ഈ സ്റ്റെപ്പുകൾ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് 2 സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. എന്താണ് ഇമാസ്കുലേഷൻ, എന്താണ് ബാഗിംഗ്. എത്രയും മനസ്സിലായി കാണുമല്ലോ. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇമാസ്കുലേഷൻ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്, എന്താണ് ബാഗിംഗ് ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.